ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനരി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള +1 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് ഭൂപ്രകൃതി എന്നൊരു ചാപ്റ്റർ ജോഗ്രഫിയിൽ നിന്ന്. ഞാനത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതില്ലാത്ത ആൾക്കാർ, അതിൻ്റെ നോട്ട് സംഭവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ, നോക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉള്ളതാണ് ഈ വീഡിയോ. ആ ചാപ്റ്ററാണിത്, ഭൂപ്രകൃതി +1. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അധ്യായം 2, ഭൂപ്രകൃതി. ഭൂമിക്കും ഒരു ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഭൂമിയും അതിൽ കാണുന്ന ഭൂരൂപങ്ങളും ദീർഘകാലങ്ങളിലൂടെ പരിണമിച്ചവയാണ്. ഭൂമിക്ക് ഏകദേശം 460 കോടി വർഷം പ്രായമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദീർഘമായ കാലത്തിനിടയിൽ മുഖ്യമായും ബാഹുജന്യവും അന്തർജന്യവുമായ ബലങ്ങൾ ഭൂമിയിൽ അനേകം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭൗമോപരിതലത്തിന്റെയും ഉപരിതലത്തിനടിയിലൂടെയും വിവിധ ഘടകങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഈ ബലങ്ങൾ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു. ഭൗമ ഫലക ചലനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, NCERT 2006. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം ഭൂമധ്യ രേഖയ്ക്ക് തെക്കായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ വിസ്തൃതമായ ഇന്ത്യൻ ഫലകത്തിന്റെ ഭാഗമായിരുന്നു ആസ്ട്രേലിയൻ ഫലകം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഫലകം പല ഭാഗങ്ങളായി പൊട്ടിപ്പിളർന്ന് ആസ്ട്രേലിയൻ ഫലകം തെക്ക് കിഴക്ക് ദിശയിലേക്കും ഇന്ത്യൻ ഫലകം വടക്ക് ദിശയിലേക്കും നീങ്ങി. വടക്ക് ദിശയിലേക്കുള്ള ഇന്ത്യൻ ഫലകത്തിന്റെ ഈ സഞ്ചാരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൗമ പരിസ്ഥിതിയിൽ കാര്യമായ പരിണതഫലങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യൻ ഫലകത്തിന്റെ ഇത്തരത്തിലുള്ള സഞ്ചാരത്തിന്റെ പ്രധാന പരിണതഫലങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താമോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇന്ന് കാണപ്പെടും വിധമുള്ള ഭൗമ പഠനവും ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെട്ടത് പ്രധാനമായും അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമ പ്രക്രിയകളിലൂടെയും പാർശ്വഫലങ്ങളിലൂടെയും പരസ്പര പ്രവർത്തനങ്ങളിലൂടെയുമാണ്. ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 3 ഭൗമ വിഭാഗങ്ങളായി തിരിക്കാം. ഈ ഭൗമ വിഭാഗങ്ങൾ ഭൗതിക ഭൂപ്രകൃതി ഘടന പിന്തുടരുന്നവയാണ്. ഏതൊക്കെയാണത്? 1. ഉപദ്വീപീയ ഭൂഖണ്ഡം. 2. ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും. 3. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അപ്പം ഭൂമിയുടെ ഏകദേശ പ്രായം എന്ന് പറയുന്നത് 460 കോടി വർഷമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്നും കാണപ്പെടും വിധമുള്ള ഭൗമഘടനയും ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെടാനുള്ള പ്രധാന കാരണം അന്തർജന്യവും ബാഹ്യജന്യവും ഭൗമ പ്രക്രിയകളുടെയും പാർശ്വഫലക ചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമാണ്. അപ്പം ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പ്രധാനമായും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1. ഉപദ്വീപീയ ഭൂഖണ്ഡം. 2. ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും. 3. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അതില് ആദ്യത്തെയാണ് ഉപദ്വീപീയ ഭൂഖണ്ഡം. അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം. ഉപദ്വീപീയ ഭൂഖണ്ഡം അല്ല ഉപദ്വീപീയ ഖണ്ഡം ഉപദ്വീപീയ ഭൂഖണ്ഡം അല്ല ഉപദ്വീപീയ ഖണ്ഡം. ഇത് പെൻസിസുലാർ ബ്ലോക്ക് എന്നാണ് അതിന് ഇംഗ്ലീഷ്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതത്തിന്റെ വടക്കേ അറ്റത്ത് കച്ച് മുതലാണ് ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ആരംഭം. എവിടെ മുതലാണ് ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ആരംഭം? ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതത്തിന്റെ വടക്കേ അറ്റത്ത് കച്ച് മുതലാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ വടക്കൻ അതിരെന്ന് പറയുന്നത് ഗംഗ യമുന നദികൾക്ക് സമാന്തരമായ രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗ ഡെൽറ്റ വരെയും ക്രമാതീതമായി കാണപ്പെടുന്നു. അപ്പം ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതത്തിന്റെ വടക്കേ അറ്റത്ത് കച്ച് മുതലാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ വടക്കൻ അതിരെന്ന് പറയുന്നത്
ഗംഗ യമുന നദികൾക്ക് സമാന്തരമായ രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗ ഡെൽറ്റ വരെയും കാമാഹരിതമായി കാണപ്പെടുന്നു. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമി, കർബി ആങ്ലോങ് പീഠഭൂമിയും ഈ ഭൂവിഭാഗത്തിന്റെ തുടർച്ചയാണ്. ഇപ്പോൾ ഉപദ്വീപീയ ഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും ആണ്. ഉപദ്വീപീയ ഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ മാൾട്ട ഭ്രംശ തടമാണ്. ഏതാണ്? ഉപദ്വീപീയ ഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ മാൾട്ട ഭ്രംശ തടമാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ഭാഗമായവയാണ് രാജസ്ഥാനിലെ മരുഭൂമിയും മരുപ്രദേശങ്ങളും. ഉപദ്വീപ് പ്രധാനമായും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് വളരെ പഴക്കം ചെന്ന ഗ്രാനൈറ്റും നൈറ്റ്സും ചേർന്നാണ്. ക്രാബിയൻ കാലഘട്ടം മുതൽ ഉപദ്വീപ് ഒരു ദൃഢമായ ശിലാഖണ്ഡമായി നിലനിൽക്കുന്നു. ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ ചില ഭാഗങ്ങൾ കടലിൽ താഴ്ന്ന് പോയിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായി ഇപ്പോഴും നിലകൊള്ളുന്നു. ഇൻഡോ ആസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമായ പ്രദേശമാണ് ഉപദ്വീപീയ ഖണ്ഡം. ഇൻഡോ ആസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമായ പ്രദേശമാണ് ഉപദ്വീപീയ ഖണ്ഡം. ഉദാഹരണം സത്പുര ഗണ്ഡ പർവ്വതവും മഹാനദി താപ്തി നർമ്മദ എന്നീ നദികളുടെ ഭ്രംശ താഴ്വരയുമാണ്. അപ്പം ഇൻഡോ ആസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമായ പ്രദേശം ഉപദ്വീപീയ ഖണ്ഡം. അതിന് ഉദാഹരണമാണ് സൽപുര ഗണ്ഡ പർവ്വതവും മഹാനദി താപ്തി നർമ്മദ എന്നീ നദികളുടെ ഭ്രംശ താഴ്വരയും. വിവിധ ലംബതല ചലനങ്ങളും ശിലാഖണ്ഡ ഭ്രംശനത്തിനും ബോക് ഫാൾട്ടിങ്ങിനും ഇവ വിധേയമാകാറുണ്ട്. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രധാന അവശിഷ്ട പർവ്വതങ്ങൾ. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രധാന അവശിഷ്ട പർവ്വതങ്ങളാണ് ആരവല്ലി കുന്നുകൾ, നല്ലമലൈ കുന്നുകൾ, ജാവടി കുന്നുകൾ, വെലിഗോണ്ട കുന്നുകൾ, പാൽക്കോണ്ട നിരകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ എന്നിവ. ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രധാന അവശിഷ്ട പർവ്വതങ്ങളാണ് ആരവല്ലി കുന്നുകൾ, നല്ലമലൈ കുന്നുകൾ, ജാവടി കുന്നുകൾ, വെലിഗോണ്ട കുന്നുകൾ, പാൽക്കോണ്ട നിരകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ എന്നിവ. ഉപദ്വീപീയ മലനിരകളിൽ നിന്ന് ധാരാളം നദികൾ ഉത്ഭവിക്കുന്നു. ഇവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ അധികവും ബംഗാൾ ഉൾക്കടലിന് എത്തുന്നതിന് മുൻപായി ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമായും ഡെൽറ്റകൾ നിർമ്മിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. അപ്പം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നിവ. ഈ പ്രദേശത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയും നേരിയ ചരിവോടു കൂടിയവയുമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നദീ താഴ്വരകൾ ആഴം കൂടിയവയും നേരിയ ചരിവോട് കൂടിയവയും ആണ്. അടുത്തതാണ് ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും. ദ ഹിമാലയാസ് ആൻഡ് അതർ പെനിൻസുലാർ മൗണ്ടെയ്ൻസ്. ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളുടെയും പ്രത്യേകതകൾ മെയിനായിട്ട് 3 എണ്ണമാണ്. ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളുടെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഭൗമഘടനയിൽ കാഠിന്യം കുറഞ്ഞത്, മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. 3 ഭൗമഘടനയിൽ പ്രായം കുറഞ്ഞതാണ്, കാഠിന്യം കുറഞ്ഞതാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇവ അന്തർജന്യവും ബാഹ്യജന്യവുമായ ബലങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു. ഇത് ഭ്രംശം ഫോൾട്ട്, വലനം ഫോൾഡ്, സമ്മർദ്ദതലം ത്രസ്പെയിൻ എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. എന്തിന് കാരണമാകുന്നു? ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഈ പർവ്വത പ്രദേശങ്ങളെല്ലാം ടെക്ടോണിക് ജന്യങ്ങളാണ്. എന്താണ്? ടെക്ടോണിക് ജന്യങ്ങളാണ്. ഈ പർവ്വതങ്ങളെല്ലാം യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിലുള്ളതുമായ നദികൾ മുറിച്ച് കൊണ്ട് ഒഴുകുന്നു. ഈ ഭൂവിഭാഗത്തിന്റെ ഭാഗമായ ഭൂരൂപങ്ങൾ, ഗിരികന്ധരങ്ങൾ, വിരൂപ താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ. അപ്പം ഈ ഭൂവിഭാഗത്തിന്റെ ഭാഗമായ ഭൂരൂപങ്ങളാണ് ഗിരികന്ധരങ്ങൾ, വിരൂപ താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ,
വെള്ളച്ചാട്ടങ്ങൾ എന്നിവ. ഈ പർവ്വത പ്രദേശങ്ങളെല്ലാം ടെക്ടോണിക് ജന്യങ്ങളാണ്. അടുത്തതാണ് ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ഭൗമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമതല പ്രദേശമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയ സമതലങ്ങൾ. ഇന്ത്യയുടെ മൂന്നാമത്തെ ഭൗമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമതല പ്രദേശമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയ സമതലങ്ങൾ. ഇവ യഥാർത്ഥത്തിൽ ഒരു ഭൂ അഭിനതിയാണ്, ജിയോ സിംക്ലിനിക്കൽ ഡിപ്രഷൻ. ഇവ യഥാർത്ഥത്തിൽ ഒരു ഭൂ അഭിനേദ്യമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം പൂർണ്ണ വികാസം പ്രാപിച്ച കാലഘട്ടം എന്ന് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം പൂർണ്ണ വികാസം പ്രാപിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 64 ദശലക്ഷം വർഷങ്ങൾ മുമ്പ് ഹിമാലയത്തിന്റെ രൂപീകരണത്തിലെ മൂന്നാമത്തെ ഘട്ടത്തിൽ. 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിന്റെ രൂപീകരണത്തിലെ മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ സമതലങ്ങളിലെ അവസാദ നിക്ഷേപങ്ങളുടെ ഏകദേശ കനമാണ് 1000 മുതൽ 2000 മീറ്റർ വരെ. 1000 മുതൽ 2000 മീറ്റർ വരെ. അതാണ്. അപ്പം 3 നമ്മുടെ തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യയെ പ്രധാനമായും ഭൗമഘടനയുടെയും ഭൂവൽക്കരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്ന 3 ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇത് 3 ഞാനിപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് ഭൂപ്രകൃതിയാണ്. ഭൂപ്രകൃതി ഫിസിയോഗ്രഫി. ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എന്നത് ആ പ്രദേശത്തിന്റെ ഘടന, ഭൗമപ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. ഇപ്പോൾ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എന്നത് ആ പ്രദേശത്തിന്റെ ഘടന, ഭൗമപ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ മുഖ്യ സവിശേഷത അതിന്റെ വൈവിധ്യമാണ്. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ സവിശേഷത എന്താണ്? വൈവിധ്യമാണ്. ഇന്ത്യയുടെ വടക്ക് നിമ്നോന്നതമായ ഭൂപ്രകൃതിയാണുള്ളത്. കൊടുമുടികളും താഴ്വരകളും ആഴത്തിലുള്ള ഗിരികന്ധരങ്ങളും അടങ്ങുന്ന പർവ്വതനിരകളും ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ തെക്ക് ഉറച്ച പീഠഭൂമികളും വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, അപരദനത്തിന് വിധേയമായ ശിലകൾ, കുത്തനെയുള്ള ചെരിവുകളുള്ള നിരകൾ എന്നിവയും കാണപ്പെടുന്നു. ഭൂപ്രകൃതിയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ തരം തിരിച്ചിരിക്കുന്നത് മെയിനായിട്ട് 6 രീതിയിലാണ്. ഭൂപ്രകൃതിയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ തരം തിരിച്ചിരിക്കുന്നത് 6 രീതിയിലാണ്. വടക്കൻ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീര സമതലങ്ങൾ, ദ്വീപുകൾ. വടക്കൻ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീര സമതലങ്ങൾ, ദ്വീപുകൾ എന്നിവ. വടക്കൻ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ആദ്യത്തെയാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളും ഉൾപ്പെടുന്ന വിഭാഗം. വിഭാഗമാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. സമാന്തരങ്ങളായ പർവ്വതങ്ങളുടെ നിരയാണ് ഹിമാലയ പർവ്വതത്തിന് ഉള്ളത്. ഇപ്പം ഇന്ത്യൻ ഭൗതികത്തിന്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. 900 മീറ്റർ സീ ലെവലും 600 to 900 മീറ്റർ മീറ്ററിൻ്റെയും 300 മീറ്റർ 600 മീറ്റർ 300 മീറ്റർ പീക്ക്, എംപ്റ്റി റേഞ്ച് എന്നിങ്ങനെ ഓരോ ലെവലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതൊന്ന് നോക്കുക. അപ്പം നമുക്ക് ബാക്കി നോക്കാം. അപ്പം ഹിമാലയത്തിന്റെ ഭാഗമായ പ്രധാന പർവ്വതനിരകളാണ് ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിരയും മധ്യ ഹിമാലയവും സിവാലിക്കും. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര, മധ്യ ഹിമാലയം, സിവാലിക് എന്നിവയാണ്
ഹിമാലയത്തിന്റെ ഭാഗമായ പ്രധാന പർവ്വതനിരകൾ. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരകളും ഉൾപ്പെടുന്നതാണ് ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിര. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരകളും ഉൾപ്പെടുന്നതാണ് ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര. ഈ പർവ്വതങ്ങളുടെ പ്രധാന ക്രമീകരണം നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറു നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ്. ഈ പർവ്വതനിരയുടെ പ്രധാന ക്രമീകരണം നടന്നിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ്. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. അരുണാചൽ പ്രദേശിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് വടക്ക് തെക്കായിട്ടാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് വടക്ക് തെക്കായിട്ടാണ്. ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിരയ്ക്ക് കിഴക്കുനിന്നും പടിഞ്ഞാറോട്ടുള്ള ഏകദേശ നീളം എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ ആണ്. 2500 കിലോമീറ്റർ ആണ്. വടക്ക് നിന്ന് തെക്കോട്ടുള്ള വീതി എന്ന് പറയുന്നത് 1060 to 400 കിലോമീറ്റർ വരെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹിമാലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കും ഇടയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ തരംതിരിച്ചിരിക്കുന്ന പ്രധാന ഉപവിഭാഗങ്ങൾ. ഭൂപ്രകൃതി, പർവ്വതനിരയുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ തരംതിരിച്ചിരിക്കുന്ന പ്രധാന ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, ഹിമാലയം കുന്നുകളും പർവ്വതങ്ങളും. അപ്പോൾ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളുമാണ്. അപ്പൊ അടുത്താണ് കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. ഈ ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ. ഈ ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ. ഗ്രേറ്റ് ഹിമാലയത്തിനും പീർ പഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തടാകമാണ് ദാൽ തടാകം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് ദാൽ തടാകത്തിനെ കുറിച്ചൊക്കെ. അപ്പൊ ഗ്രേറ്റ് ഹിമാലയത്തിനും പീർ പഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തടാകമാണ് ദാൽ തടാകം. ഗ്രേറ്റ് ഹിമാലയത്തിനും പീർ പഞ്ചലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ. ഗ്രേറ്റ് ഹിമാലയത്തിനും പീർ പഞ്ചലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ. ദക്ഷിണേഷ്യയിലെ പ്രധാന ഹിമാനികളും കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗവുമായ ഹിമാനികളാണ് സിയാച്ചിൻ, ബോൾതാരോ. ദക്ഷിണേഷ്യയിലെ പ്രധാന ഹിമാനികളും കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗവുമായ ഹിമാനികളാണ് സിയാച്ചിൻ, ബോൾതാരോ. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവ മണ്ണ്. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരേവ മണ്ണ്. കരേവ മണ്ണിന് പ്രധാനമായും കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാ? കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോജില, ഗ്രേറ്റ് ഹിമാലയം, ബനിഹാൾ, പീർ പഞ്ചൽ, ഫോട്ടുല, സസ്കർ പർവ്വതനില, ഖർദോങ്, ലഡാക്ക്. 4 എണ്ണമാണ് സോജില, ഗ്രേറ്റ് ഹിമാലയം. ബനിഹാൾ വേറൊരു പേരാണ് പീർ പഞ്ചൽ, ഫോട്ടുല മറ്റൊരു പേരാണ് സസ്കർ പർവ്വതനിര, ഖർദുംല മറ്റൊരു പേരാണ് ലഡാക്ക്. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ് ദാൽ, വൂളാർ എന്നിവ. അപ്പൊ കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ് ദാൽ, വൂളാർ. ഇപ്പൊ ഈ 10th പ്രിലിംസിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ദാൽ, വൂളാർ. ലവണജല തടാകങ്ങളാണ് പാങ്കോങ് സോ മൊരീരി. പാങ്കോങ് സോ മൊരീരി. കരേവേ മണ്ണ്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മറൈനേറ്റുകൾക്കൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന
കനിമേറിയ നിക്ഷേപമാണ് കരേവേ മണ്ണ്. ഹിമാനി നിക്ഷേപങ്ങളുടെ ഭൂരൂപമായ മറൈനുകൾക്കൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് കരേവേ മണ്ണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് സിന്ധു, അതിന്റെ പോഷക നദികളായ ചിനാബ്, ചലം എന്നിവ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് സിന്ധു, അതിന്റെ പോഷക നദികളായ ചിനാബ്, ചലം എന്നിവ. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് വൈഷ്ണോദേവി കേന്ദ്രം, അമർനാഥ് ഗുഹ, ചരാർ-ഇ-ഷെരീഫ്. കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് വൈഷ്ണവോ ദേവി ക്ഷേത്രം, അമർനാഥ് ഗുഹ, ചരാർ-ഇ-ഷെരീഫ്. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ചലം. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ചലം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ജലം നദി യുബക്തഘട്ടത്തിലാണെങ്കിൽ പോലും ഈ മേഖലയിൽ വക്രവലയങ്ങൾ രൂപപ്പെടുന്നു. കാശ്മീർ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുഭാഗത്തായി കാണപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ അറിയപ്പെടുന്നതാണ് ഡൂണുകൾ അല്ലെങ്കിൽ ഡൺസ്. കാശ്മീർ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുഭാഗത്തായി കാണപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ അറിയപ്പെടുന്നതാണ് ഡൂണുകൾ അല്ലെങ്കിൽ ഡൺസ്. പ്രധാനപ്പെട്ട ഡൂണുകളാണ് ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം അടുത്തതാണ്. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഉപഭൂവിഭാഗമാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളിന നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം എന്നാണ്. ഗാഗര നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് കാളി നദി. അതാണ് ഗാഗര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് കാളി നദി. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നദികളാണ് രവി, ബിയാസ്, സത്ലജ്. സിന്ധുവിന്റെ പോഷക നദികളായ രവി, ബിയാസ്, സത്ലജ് ആണ് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തെ പ്രധാനപ്പെട്ട നദികളാണ് സിന്ധുവിന്റെ പോഷക നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവ. പിന്നെ യമുന, ഗംഗയുടെ പോഷക നദികളായ യമുന, ഗാഗര എന്നിവയും രണ്ടെണ്ണമുണ്ട്. സിന്ധുവിന്റെ പോഷക നദികളായ രവി, ബിയാസ്, സത്ലജും ഗംഗയുടെ പോഷക നദികളായ യമുന, ഗാഗരയും. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ നീരൊഴുക്കുകൾ എന്ന് പറയുന്നത് സിന്ധു, ഗംഗ എന്നിവയാണ്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹങ്ങൾ, നീരൊഴുക്കുകൾ എന്ന് പറയുന്നത് സിന്ധു, ഗംഗ എന്നിവയാണ്. ലാഹോർ സ്പിറ്റി ജില്ലയിലെ സിപ്റ്റൂർ റവന്യൂ സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഹിമാചൽ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കു ഭാഗമാണ്. ലഡാക്ക് ശീതഭൂമിയുടെ തുടർച്ചയാണ്. വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയം, ശിവാലിക് നിര എന്നിവ ഉപവിഭാഗങ്ങളും വ്യക്തമായി കാണപ്പെടുന്നത്. പ്രാദേശികമായി ഹിമാചൽ പ്രദേശങ്ങളിൽ തൗളാതാർ എന്നും ഉത്തരാഖണ്ഡ് നാഗതിബ എന്നും അറിയപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര ലെസ്സർ ഹിമാലയമാണ്. പ്രാദേശികമായി ഹിമാചൽ പ്രദേശിൽ എന്തറിയപ്പെടുന്നു? ദൗളാതാർ എന്നും ഉത്തരാഖണ്ഡിൽ നാഗതിബ എന്നും അറിയപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിരയാണ് ലെസ്സർ ഹിമാലയം. അടുത്തത് സിവാലിക്. ഡെറാഡൂണിനടുത്ത് സിവാവാല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്തരങ്ങളിൽ നിന്നാണ് സിമാലിക് എന്ന പദം രൂപപ്പെട്ടത്. ഡെറാഡൂണിനടുത്ത് സിവാവാല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്തരങ്ങളിൽ നിന്നാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമായി മാറി. വളരെ കാലങ്ങൾക്ക് മുൻപ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു വിശാല തടാകത്തിന്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം
പ്രാദേശിക അടിസ്ഥാന നിരപ്പ് ബേസ് ലെവലായി പ്രവർത്തിക്കുന്നത് കാരണമാണ് കാശ്മീർ താഴ്വരയിൽ ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നത്. വക്രവലയം എന്ന് വെച്ചാൽ എന്താ? നദിയുടെ നീരൊഴുക്ക് കാരണം ഭൂരൂപങ്ങളുടെ പരിണാമത്തിൽ വിവിധ ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന സവിശേഷ ഭൂരൂപങ്ങളാണ് വക്രവലയം. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് വികസിപ്പിച്ചെടുത്ത ഈ പ്രദേശത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി എന്നിവ. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് വികസിപ്പിച്ചെടുത്ത ഈ പ്രദേശത്തെ പ്രധാന സുഖവാസ കേന്ദ്രമാണ് ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി എന്നിവ. ലേസർ ഹിമാലയത്തിൽ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ളവയാണ് ഈ പ്രദേശങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശത്ത് വികസിപ്പിച്ച പ്രധാനപ്പെട്ട ഹെൽത്ത് റിസോർട്ടുകൾ കന്റോൺമെന്റ് പട്ടണങ്ങളാണ് സിംല, മിസോറി, കസോളിൻ, അൽമോറാലാൻഡ്, ഡാണിക്കൈറ്റ്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയ പ്രദേശത്തിന്റെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കും ഡൂണുകളും. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഡൂണുകളാണ് ഛത്തീസ്ഗഡ് കൽക്ക ഡൂൺ, നാലാഗഡ് ഡൂൺ, ഡെറാഡൂൺ, ഹരിക്കെ ഡൂൺ, കോട്ട ഡൂൺ എന്നിവ. ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഡെറാഡൂണിന്റെ ഏറ്റവും വലിപ്പം നീളം 35 മുതൽ 45 കിലോമീറ്ററും വീതി 22 to 25 കിലോമീറ്ററും. ഗ്രേറ്റ് ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ അധിവസിക്കുന്ന പ്രധാന ഗോത്രവർഗമാണ് ബോട്ടിയ. ഈ ഗോത്രവർഗം വേനൽ മാസങ്ങളിൽ ഉയർന്ന പർവ്വതച്ചെരിവുകളിലെ പുൽമേടുകളിലേക്കും ശൈത്യകാലത്തിൽ താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നതാണ്. ഈ പ്രദേശത്തിന്റെ ഭാഗമായ പ്രസിദ്ധമായ താഴ്വരയാണ് പൂക്കളുടെ താഴ്വര. ഏതാണ്? പൂക്കളുടെ താഴ്വര. ഈ ഹിമാലയത്തിലെ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്, ഹേമകുണ്ട് സാഹിബ്. അപ്പോൾ ഈ ഹിമാലയ വിഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഹേമകുണ്ട് സാഹിബ്. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ നദികളുടെ സംഗമസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തതാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ അതിർത്തികൾ പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവുമാണ്. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയമാണ്. ഇമ്പോർട്ടന്റ് ആണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞതെങ്കിലും ഹിമാലയത്തിന്റെ പ്രധാനമായ ഒരു ഭാഗമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം എന്ന് പറയുന്നത്. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്ന പ്രദേശമാണ് സിക്കിം. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഈ ഹിമാലയ ഭാഗത്തിന്റെ ഭാഗമായ പ്രസിദ്ധമായ കൊടുമുടിയാണ് കാഞ്ചൻഗംഗ. കാഞ്ചൻഗംഗയുടെ മറ്റൊരു പേരാണ് കാഞ്ചനഗിരി. ഈ ഹിമാലയ ഭാഗത്തിന്റെ പ്രസിദ്ധമായ കൊടുമുടിയാണ് കാഞ്ചൻഗംഗ, മറ്റൊരു പേര് കാഞ്ചനഗിരി. ഈ പ്രദേശത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ അധിവസിക്കുന്ന ഗോത്രവർഗക്കാരാണ് ലച്പ. ഡാർജിലിംഗ് ഹിമാലയത്തിൽ നേപ്പാളികൾ, ബംഗാളികൾ, മധ്യേന്ത്യയിൽ നിന്നുള്ള ഗോത്രവർഗക്കാർ തുടങ്ങിയവർ സമ്മിശ്രമായി അധിവസിക്കുന്ന സ്ഥലമാണ് ലച്ച. ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങളിൽ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രധാന കാരണമായ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ. ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങളിൽ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രധാന കാരണമായ ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മിതമായ ചെരിവാണ്, ഉയർന്ന ജൈരാശ്യമുള്ള മണ്ണിന്റെ ആവരണം, മൃദുമായ ശീതകാലം, വർഷം മുഴുവൻ കൃത്യമായ മഴ ലഭ്യത, സിവാലിക് സ്തരത്തിന് പകരമുള്ള ദ്വാർ സ്തരത്തിന്റെ ഫോർമേഷന്റെ സ്ഥാനം. വിവിധ തരം ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമായ ഹിമാലയ ഭാഗമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. അടുത്തതാണ് അരുണാചൽ ഹിമാലയം. അപ്പം ഇത്രയാണ് ഫസ്റ്റ് പാർട്ട്. ഞാൻ ഒറ്റ പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചായിരുന്നിരുന്നത്, പക്ഷെ ഇനിയും ഉണ്ട് ഒത്തിരി. അരുണാചൽ ഹിമാലയം അങ്ങോട്ടേക്ക് ഒരുപാടുണ്ട്. അത് കാരണം ഞാൻ ഫസ്റ്റ് പാർട്ട് 2 പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഭൂപ്രകൃതി വടക്ക് കിഴക്കൻ ഇതിൽ മുതൽ നമ്മൾ ഡാർജിലിംഗ് സിക്കിം ഹിമാലയം വരെ പറഞ്ഞു നിർത്തി. ഇനി അടുത്ത ക്ലാസ് മുതൽ അരുണാചൽ ഹിമാലയം മുതൽ ബാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് ഞാനങ്ങനെ നോട്ട്സ് എടുത്ത് പറഞ്ഞു പോകുന്നല്ലാതെ ഞാനിതിൻ്റെ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവരുണ്ട്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉപയോഗമാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കത് ഉപകാരമാകും. അപ്പോൾ ക്ലാസ് കാണുന്ന ആൾക്കാർ
നല്ലതാണ്. ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെയും കൂടി നിങ്ങളുടെ കൂടെ കൂട്ടുക. ഉറപ്പായും നിങ്ങൾക്ക് LGS LDC എന്നുള്ള ക്ലാസ്സിന് ഒരു പേയ്മെൻ്റ് ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്ത് തരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം, ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം.